ഹലോ, കുഞ്ഞിയുടെ അമ്മയാണേ. വിഷു ആയിട്ടൊരു പായസം ആയാലോ? പായസം ഇല്ലാതെ എന്താ അല്ലേ വിഷു? അതുകൊണ്ട് വേഗം ഒരു പാലട തയ്യാറാക്കാമെന്ന് വെച്ചു. ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് അതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുത്തു. ക്യാരമലൈസ് ചെയ്തെടുത്ത പഞ്ചസാരയിലേക്ക് നമ്മൾ പാലൊഴിച്ചു കൊടുക്കണം. പാലൊഴിച്ച് കൊടുത്ത് പാൽ നന്നായി തിളയ്ക്കണം. നന്നായി വെട്ടി തിളച്ചതിന് ശേഷം അതിലേക്ക് ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം സിമ്മിലിട്ട് അത് വേവിച്ചെടുക്കണം. അത് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ആ വെന്ത് കഴിയുമ്പോൾ ഏകദേശം വേവായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ നെയ്യാണ്. അത് ചേർത്ത് കൊടുത്തു. ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കുറച്ചുകൂടെ ക്രീമി ടെക്സ്ചറും നല്ല ടേസ്റ്റും ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ പായസം നല്ല കുറുകി വന്നിട്ടുണ്ടാവും. ഇപ്പം അതിൻ്റെ പാകമായി. ഇനി നമുക്കിത് കഴിച്ചാലോ? അതിൻ്റെ കൂടെ 2 പപ്പടവും ഒരു പഴവും ഒക്കെ കൂട്ടി കഴിച്ചാലോ? എന്താ ടേസ്റ്റ് അല്ലേ? നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല മധുരമായിരുന്നു. ഒരുപാട് മധുരം കൂട്ടാതെ കഴിക്കാനാണ് എനിക്കിഷ്ടം. എന്നാലും പായസമാകുമ്പം മധുരം ഇല്ലാതെ എന്താ ചെയ്യുക അല്ലേ? അപ്പം നല്ല പായസത്തിൻ്റെ കൂടെ പഴവും പപ്പടവും ഒക്കെ ചേർത്തിട്ട് ഒരു പിടി പിടിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ വിഷു കലക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നല്ല പാലട പ്രഥമനും അതിൻ്റെ കൂടെ പഴവും പപ്പടവും കൂടി ഇളക്കി കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് പായസം. പക്ഷേ ആൾക്ക് കുറച്ചുകൂടി ഇഷ്ടം സേമിയാണ്. അതുകൊണ്ട് ആൾ വലിയ താല്പര്യം കാണിച്ചില്ല. എങ്കിലും ഞാൻ തന്നെ കഴിച്ചു തീർക്കേണ്ടി വന്നു. മധുരം ആയതുകൊണ്ട് വീട്ടിൽ വേറെ ആരും ഇത് കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു തീർത്തു.